ഹായ്, ഞാൻ ഡോക്ടർ നീരാഞ്ജന, ശിവ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ. നമുക്ക് എല്ലാവർക്കുള്ള ബുദ്ധിമുട്ടാണ് എപ്പോൾ നോക്കിയാലും ക്ഷീണം. പക്ഷെ ഇതൊന്നും അല്ലാതെ ചില ആൾക്കാർക്ക് എന്ത് ചെയ്താലും ഒന്ന് ഉറങ്ങി നീറ്റാലോ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്താലോ ഒന്നും ക്ഷീണം മാറാതെ നിൽക്കും. ഇപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ക്ഷീണം വരാം. ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഒക്കെ ക്ഷീണം എന്ന് വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ചെറിയ പ്രായക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്ഷീണം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്തിക്കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരാം. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്കിങ്ങനെ വിട്ടുമാറാത്ത ക്ഷീണം വരുന്നത് നോക്കാം. ഒന്ന് ഉറക്കക്കുറവ് തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ അല്ലെങ്കിൽ ഉറങ്ങണം. നമ്മൾ 6 മണിക്കൂറിൽ കുറഞ്ഞ് സ്ഥിരമായിട്ട് 6 മണിക്കൂറിൽ കുറഞ്ഞ് ഉറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടുമാറാത്ത ക്ഷീണം വന്നേക്കാം. അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തലവേദനയോ അല്ലെങ്കിൽ തലപ്പെരുപ്പോ തലകറക്കോ തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണീക്കേണ്ട സമയത്ത് ആ ഒരു ദിവസം മൊത്തം നമുക്ക് ക്ഷീണമായിരിക്കും. അത് മാത്രമല്ല, ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നുകയും ചെയ്യും. പിന്നത്തെ ഒരു കാര്യം നോക്കിയാൽ സ്ലീപ്പ് അപ്നിയ, അതായത് നമുക്ക് ഉറക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നാൽ, ഇതേപോലെ തന്നെ നമ്മൾ ഉറക്കം ശരിയായില്ലെങ്കിൽ ഇപ്പം അമിതമായിട്ടുള്ള തടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലി ഉണ്ടാകും. അവരിങ്ങനെ കൂർക്കം വലിക്കുന്ന സമയത്ത് ഉറക്കത്തിൽ ഇടക്കിടക്ക് എണീക്കും. ഇങ്ങനെ നമ്മൾ ഉറക്കത്തിൽ ഇടക്കിടക്ക് എണീക്കുന്ന പ്രശ്നമുള്ള ആൾക്കാർക്ക് ആ ഒരു ദിവസത്തെ ഉറക്കം ശരിയായെന്ന് വരില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ഉറക്കക്കുറവും തോന്നും, അതുപോലെ തന്നെ വിട്ടുമാറാത്ത ക്ഷീണവും അനുഭവപ്പെടാം. ഈ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അമിതവണ്ണവും അതുപോലെ തന്നെ രാത്രിയിലുള്ള കൂർക്കം വലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് BP-ക്കുള്ള വേരിയേഷൻസും അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് വൈറൽ ഫെറ്റിക് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പനിയോ ഡെങ്കുവോ അല്ലെങ്കിൽ ചിക്കൻ ബോക്സോ കോവിഡ് പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളില്ലെങ്കിൽ, ഇപ്പോൾ ഈ ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് പോയാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് റെസ്റ്റും കാര്യങ്ങളില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ ലീവ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പോയിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റും കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് ക്ഷീണം വിട്ടുമാറാതെ നിൽക്കും. ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുത്താൽ മാത്രമാണ് അവർക്ക് ആ ഒരു ക്ഷീണം കുറയ്ക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്കറിയാം ഡയബറ്റീസ്. ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നല്ല ക്ഷീണമായിരിക്കുള്ളൂ. ക്ഷീണം മാത്രമല്ല, അവർക്ക് ശരീരം മെലിയും. ഇപ്പോൾ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തടിച്ചോളണം എന്നില്ല, അപ്പോൾ മെലിയാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഈ ഡയബറ്റീസിൻ്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ക്ഷീണത്തിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രശങ്കയും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വിശപ്പും അമിതമായിട്ടുള്ള ദാഹവും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഒരുപാട് ഡയബറ്റീസ് കൂടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കാലിൻ്റെ അടിയിലൊക്കെ ഒരു എരിച്ചിലും ഫീൽ ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ക്ഷീണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമാണ് അത് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇൻസുലിൻ ആണെങ്കിൽ അത് എടുക്കേണ്ട ആൾക്കാരെങ്കിൽ എടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കഴിച്ചു പോയാൽ മാത്രമാണ് നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പിന്നത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന തിരക്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഫുഡ് സ്കിപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വന്നേക്കാം. പ്രത്യേകിച്ച് നമ്മൾ രാവിലത്തെ ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ദിവസത്തെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണ ഒന്നാണ് രാവിലത്തെ ഭക്ഷണം. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പോൾ രാവിലത്തെ ഫുഡ് അവർ സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്ഥിരമായിട്ട് രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്ഷീണം വന്നേക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അൾസറും ആസിഡിറ്റിയും നെഞ്ചരിച്ചിലും അതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് രാവിലത്തെ സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കാൻ തന്നെ വേണം. പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ തൈറോയിഡ്. ഇപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം കാണാം. ഇവർക്ക് അമിതമായ ക്ഷീണം മാത്രമല്ല ഉണ്ടാവാം, മുടി കൊഴിച്ചിലുണ്ടാവാം, പാൽപിറ്റേഷൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം അല്ലെങ്കിൽ ലൂസ് മോഷൻ തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ തൈറോയിഡിൻ്റെ മെഡിസിൻസും കറക്റ്റായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ക്ഷീണം ഉണ്ടാകും. അവർക്കൊരു ദിവസം നമ്മൾ രാവിലെ ഉറങ്ങി നീറ്റ് കഴിഞ്ഞാലൊക്കെ ഒരു എനർജി ഇല്ലാത്ത പോലെ ഇരിക്കും തോന്നുക. ഇതൊക്കെ എല്ലാവർക്കും തോന്നണമെന്നില്ല, അതൊക്കെ ഇൻഡിവിജ്വാലിറ്റിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സിംറ്റംസ് ആവും ഉണ്ടാവുക. അതുപോലെ തന്നെ ഹാർട്ട് കംപ്ലൈൻറ്റ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ക്ഷീണത്തിൻ്റെ കൂടെ തന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ഒരു കിതപ്പ് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ അവർക്ക് ശ്വാസം എടുക്കാനും വിടാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്സ്, ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടും അതുപോലെ തന്നെ ചുമ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജലദോഷം ഉണ്ടാവും, തുമ്മലുണ്ടാവും, മൂക്കടപ്പ് ഉണ്ടാവും തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പിന്നെ നമുക്കറിയാം ഫൈബ്രോമയാളജി പോലത്തെ ഒരു കണ്ടീഷൻസ്. ഫൈബ്രോമയാളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പല പല ഭാഗങ്ങളായി ഇടയ്ക്കിടയ്ക്ക് വിട്ട് വേദനിക്കുന്ന ഒരു അവസ്ഥ. ഇത് കുറച്ച് നമ്മുടെ മൈൻഡായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇപ്പോൾ ഈ ഒരു അസുഖം ഉള്ളവർക്കും ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. പിന്നെ വിഷാദരോഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വിഷാദരോഗം പോലുള്ള അവസ്ഥയുള്ള ആൾക്കാർക്കും ക്ഷീണം ഉണ്ടായേക്കാം. അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഗ്ലൂമി ആയിരിക്കുള്ളൂ. അവർക്ക് ആരോടും സംസാരിക്കാനൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് പൊതുവെ എനർജി ലെവലൊക്കെ കുറവായിരിക്കുള്ളൂ. ഇവർക്ക് എപ്പോഴും ക്ഷീണം
ക്ഷീണം ഉണ്ടായേക്കാം. പിന്നെ ഇതൊരു കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർ കംപ്ലയിൻസ് ഉള്ളവർക്ക്, അപ്പോൾ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടായേക്കാം, ഒരു വായ്ക്ക് രുചിയില്ലാത്ത പോലെ ഉണ്ടായേക്കാം, ഓക്കാൻ ഉണ്ടായേക്കാം, അതുപോലെ തന്നെ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായേക്കാം, അതുപോലെ ഒരു മോശം പോകുമ്പോഴൊക്കെ കളർ ഡിഫറൻസും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. പിന്നെ വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. കാരണം ചില കണ്ടീഷൻസിൽ, പ്രത്യേകിച്ച് IBS പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. നമ്മളെപ്പോഴും അങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഭയങ്കര വീക്കാവും. ഈ ഒരു അവസ്ഥയിലും അവർക്ക് വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. പിന്നത്തെ ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ കിഡ്നി പേഷ്യൻസിന്, ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഈ ഒരു പ്രശ്നം, ഈ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ പോകാനുള്ളൊരു ബുദ്ധിമുട്ടും, യൂറിൻ പോയി കഴിഞ്ഞാൽ ഒരു എരിച്ചിൽ തോന്നിയേക്കാം, യൂറിൻ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തോന്നാത്തൊരു ഫീൽ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ചില കണ്ടീഷനിൽ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂറിനിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ക്ഷീണം വന്നേക്കാം. ഇപ്പം ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറെ മറ്റു പല അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ക്ഷീണം വന്നേക്കാം. ഇപ്പോൾ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അതുപോലെ മെനോപോസ്, വിരാമം പോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കാണെങ്കിലും ആ സമയത്ത് നല്ല ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അതിൻ്റെ കൂടെ തന്നെ ദേഷ്യവും സങ്കടമൊക്കെ പെട്ടെന്ന് അവർക്ക് വരും. അതുപോലെ ആ സമയത്ത് ഒരു ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കുള്ളൂ, ഒരു ബോഡിക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് പല പല അസുഖങ്ങൾ കൊണ്ട് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ ക്ഷീണം എന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് എന്താണ് ആ കാരണം എന്ന് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ഒരു ക്ഷീണത്തിന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് മാത്രമായിരിക്കും നമുക്കത് മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഴ്സ് കണ്ടുപിടിച്ച് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കണേക്കാട്ടും ഏറ്റവും നല്ലതൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മെഡിസിൻ എടുക്കണം. കാരണം നമുക്ക് കോഴ്സ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ജനറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. 6 മണിക്കൂറിന് താഴെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉറങ്ങുമ്പോൾ ശരിക്കും ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങണം. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കണം. 2 മുതൽ 3 ലിറ്ററെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം. നന്നായിട്ട് വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ബോഡി നന്നായിട്ട് വേർക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ലിറ്ററെങ്കിലും അല്ലെങ്കിൽ അത് കൂടുതലെങ്കിലും വെള്ളം കുടിക്കണം. പിന്നെ കിഡ്നിക്ക് ഒരു ഹൈഡ്രോനെഫ്രോസിസ് പോലത്തെ അവസ്ഥയൊക്കെ, അതായത് നമുക്ക് കിഡ്നിയിൽ വെള്ളം നീറി കെട്ടി നിൽക്കുന്ന പോലത്തെ അവസ്ഥ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കേണ്ട അത്രയും വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താം. ചാള, അയില, ചൂരയൊക്കെ കഴിക്കാം. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമഞ്ഞളൊക്കെ നമുക്ക് കഴിക്കാം. നട്ട്സൊക്കെ ധാരാളമായിട്ട് കഴിക്കാം. പക്ഷേ ധാരാളം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഡെയിലി ഒരു 11 മണി സമയത്തൊക്കെ ഒരു പിടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതിൻ്റെ ഒരു പിടി അത്രയും കുറച്ച് നിങ്ങൾ കഴിച്ചാൽ മതി. കാരണം നമ്മൾ ഒരുപാട് നട്ട്സും കാര്യങ്ങളും കഴിച്ചാലും അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഹെൽത്തിന് നല്ല രീതിയിൽ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ നെഗറ്റീവായിട്ട് നമുക്ക് വരാം. അപ്പം നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് കാരണം എന്ന് അറിഞ്ഞ് മാത്രം ട്രീറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.